അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശംഫറയുടെ ലാമിയത്തുൽ അറബിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനമായി നാം പറഞ്ഞു വെച്ചത് വിശന്നൊട്ടിയ വയറുമായി ശംഫറ പറയാണ്, വിശന്നൊട്ടിയ വയറുമായി ഞാൻ രാവിലെ വീട് വിട്ടിറങ്ങും. അതേപോലെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് മെലിഞ്ഞ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ചെന്നായ രാവിലെ വയറിട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ. ആ ചെന്നായെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഭക്ഷണം തേടിക്കൊണ്ട് കാറ്റിന് അഭിമുഖമായി സഞ്ചരിക്കും. എന്നിട്ട് മലയുടെ മുകളിൽ വെച്ച് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അലറി വിളിക്കും. ഈ അലർച്ച കേട്ട് ഇതുപോലെ വയറൊട്ടിയ ചെന്നായകൾ തിരിച്ചും അട്ടഹസിക്കും. അവയും മെലിഞ്ഞവയാണ്. ആ ചെന്നായകളെ പറ്റി നമ്മുടെ ആദ്യം പറഞ്ഞ ചെന്നായ അട്ടഹസിക്കുമ്പോൾ ആ ചെന്നായക്ക് മറുപടിയായിട്ട് ഇതേപോലെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മെലിഞ്ഞ ചെന്നായകൾ മറുപടിയായിട്ടും അട്ടഹസിക്കും. ആ ചെന്നായകളെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവയെ വിശേഷിപ്പിച്ചത്. അവയുടെ അവ വില്ലുപോലെ വളഞ്ഞതാണ്, മുഖം വിളറിയതാണ്. ഒരു ചൂതാട്ടക്കാരന്റെ കയ്യിലുള്ള പാത്രത്തിലെ അമ്പ് ഇളക്കുന്ന മാതിരിക്ക് ഇങ്ങനെ ഈ ചെന്നായകൾക്കും ശബ്ദമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കവി പറയുന്നത്, കവി വിശേഷിപ്പിക്കുന്നത് ഈ ഉപമിക്കുന്നത് ചെന്നായയെ ഈ ചെന്നായകളെ തേനീച്ചക്കൂട്ടത്തോടാണ്. ആദ്യം അതിനെ ഉപമിച്ചത് എന്തിനോടാണ്? ഒരു ചൂതാട്ടക്കാരന്റെ കയ്യിലുള്ള പാത്രത്തിലെ അമ്പുകൾ ഇളകുമ്പോൾ അതിനൊരു ശബ്ദമുണ്ടാകും. അതേപോലെ ഈ ചെന്നായകൾക്കും ശബ്ദമുണ്ട് എന്നാണ്. എന്നാൽ ഇനിയുള്ള ഈ വരിയിൽ അദ്ദേഹം ഉപമിക്കുന്നത് അവിൽ ഹശറമുൽ മബ്ഊസു ഹസ്ഹാസ ദബ്റഹു മഹാബീലു റദ്ദാഹുന്ന സാമിൻ മുഅസ്സിലൂ. അവിൽ ഹശ്റമു എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്ടം. തേനീച്ചയുടെ റാണിയെ പറ്റിയും ഹശ്റം എന്ന് പറയാറുണ്ട്. അവിൽ ഹശ്റമു അല്ലെങ്കിൽ ഈ ചെന്നായകൾ എന്തുപോലെയാണ്? തേനീച്ചക്കൂട്ടത്തെ പോലെയാണ്. എങ്ങനത്തെ തേനീച്ചക്കൂട്ടമാണ്? അൽ മബ്ഊസു അവയെ ഇളക്കി വിടപ്പെട്ട തേനീച്ചക്കൂട്ടത്തെ പോലെയാണ്. ഹസഹസ ഇളക്കിയിരിക്കുന്നു, ദബ്റഹു ഈ തേനീച്ചയുടെ കൂട്ടത്തെ. ഹസഹസ ഇളക്കിയിരിക്കുന്നു, ദബ്റഹു ഈ തേനീച്ചയുടെ കൂട്ടത്തെ. എന്താണ് ഇളക്കിയത്? മഹാബീലു. മഹാബീൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, തേനെടുക്കാൻ പോകുന്ന ആളുടെ കയ്യിലുള്ള തോട്ടി, അതിന് നമുക്ക് മഹാബീൽ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാകും, തേന് നമ്മൾ ഒരു പലകമെന്നാണ്, തേനിന്റെ പലക എന്ന് നമ്മൾ പറയാം. ആ പലകയെ പറ്റി എന്ന് പറയാം മഹാബീൽ എന്ന് പറയാം. അപ്പൊ ഹസ്ഹസ ദബ്റഹു ഈ തേനീച്ചക്കൂട്ടത്തെ ഇളക്കിയിരിക്കുന്നു. ആരെ ഇളക്കിയത്? മഹാബീലു ഈ തേനെടുക്കുന്ന പലകകൾ. ആ പലക എങ്ങനെയാണ് ഈ തേനീച്ചക്കൂട്ടത്തെ ഇളക്കിയത്? റദ്ദാഹുന്ന ഈ പലകകളെ നശിപ്പിച്ചിരിക്കുന്നു. റദ്ദ എന്ന് പറഞ്ഞാൽ അഹ്ലക എന്നർത്ഥം. റദ്ദാഹുന്ന ഈ തേനീച്ചയുടെ ഈ പലകകളെ നശിപ്പിച്ചിരിക്കുന്നു. ആര്? സാമിൻ മുഅസ്സിലു. സമ യസ്മു എന്ന് പറഞ്ഞാൽ അർത്ഥം കയറുക എന്നാണ്. അസൽ എന്ന് പറഞ്ഞാൽ തേൻ, മുഅസ്സിൽ എന്ന് പറഞ്ഞാൽ തേനെടുക്കാൻ പോകുന്ന. അപ്പൊ സാമിൻ മുഅസ്സിലു തേനെടുക്കാൻ പോകുന്ന ഉയരത്തിൽ കയറിയ ആളാണ് ഈ തേനിന്റെ പലകകളെ നശിപ്പിച്ചത്. അപ്പൊ ഈ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തേനുകൾ എന്താകും? ഈ തേനീച്ചക്കൂട്ടങ്ങൾ എന്താകും? അവിടുന്ന് നമ്മളെ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആ തേനീച്ചക്കൂട്ടങ്ങൾ ഇങ്ങനെ മൂളുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കും. ഇതേപോലെയാണ് നമ്മുടെ ചെന്നായ മലമുകളിലൊക്കെ കയറിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി അലറിക്കരഞ്ഞപ്പോൾ ഇതേപോലെ ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞു നടക്കുന്ന ചെന്നായകളും ശബ്ദമുണ്ടാക്കിയത്. ആ ഉത്തരം കേട്ട ചെന്നായകളെ വീണ്ടും വിശേഷിപ്പിക്കുന്നത് മുഹറത്തത്തുൻ എന്നാണ്. മുഹറത്തത്തുൻ എന്ന് പറഞ്ഞാൽ വായയുടെ പാർശ്വങ്ങൾ വീതിയുള്ള എന്നർത്ഥം. പാർശ്വങ്ങൾ ഇങ്ങനെ വീതിയുള്ളത്.
ചിത്രത്തിലേക്ക് നോക്കുങ്ങള്, കറക്റ്റ് ആയിട്ട് ആ ചിത്രം വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ചെന്നായകളെ. മുഹറത്തത്തുൻ, ആ ചെന്നായകളുടെ വായയുടെ ഭാഗങ്ങളൊക്കെ വീതിയുള്ളതാണ്. ഫൂഹുൻ അദീമത്തുൽ അഫ്വാഹി, വലിയ വായകളുമാണ്. കഅന്ന ശുദൂഖഹ, ആ ചെന്നായകളുടെ കടവായികൾ ആയതുപോലെയുണ്ട്. എന്തായതുപോലെയുണ്ട്? ശുഖൂഖുൽ ഇസ്വി, വടികളുടെ പൊട്ടുകൾ പോലെയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കളി, ഇപ്പൊ ചൂരലിട്ട് നമ്മൾ കണ്ട് എവിടെയെങ്കിലൊക്കെ നിലത്തോടെങ്കിലും അടിച്ചാലുണ്ടാവും അതിലിങ്ങനെ ഒരു വലിയൊരു കീറല് വരില്ലേ, അതാണ് ഷുഖൂഖുൽ ഇസ്വി. അപ്പൊ ഈ അപ്പൊ ഒരു വൃത്തികേടെ കാര്യം, വടി ഇങ്ങനെ പൊട്ടുമ്പോ എന്തായിരിക്കും, വലിയൊരു ഗ്യാപ്പ് അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും. എന്നതുപോലെയാണ് ഈ ചെന്നായകളും. ചെന്നായകളുടെ കടവായകളാണ് വലുതായത് കാരണത്താൽ ബോറൻ രീതിയിലാണ്. കഅന്ന ശുദൂഖ, അതില്ലെങ്കിൽ നമ്മൾ എന്തായി, ഒരു പലകമാണ് ആണി അടിച്ചാൽ എന്താകും, ആണി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, വിടരൂലേ ആ പലക, അതാണ് ശുഖൂഖുൽ ഇസ്വി. അപ്പൊ കഅന്ന ശുദൂഖഹ, ഈ ചെന്നായകളുടെ കടവായികൾ ആയതുപോലെയുണ്ട്. ശുഖൂഖുൽ ഇസ്വി, വടികളുടെ പൊട്ടുകൾ ആയതുപോലെയുണ്ട്. എന്നിട്ട് ബാക്കി മുഹറത്തത്തുൻ ഫൂഹുൻ കാലിഹാത്തുൻ വബുസ്സലു. കാലിഹാത്ത് എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുന്നവയാണ്. ബുസ്സലു എന്ന് പറഞ്ഞാൽ പല്ലിളിക്കുന്നവയുമാണ്. ബസല എന്ന് പറഞ്ഞാലും മുഖം ചുളിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ കാലിഹാത്തു, ഈ ചെന്നായകൾ മുഖം ചുളിക്കുന്നതാണ്. ബുസ്സലു, പല്ലിളിക്കുന്നതുമാണ്. അപ്പൊ ഈ വരി പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ചെന്നായ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മലക്ക് മുകളിൽ കയറിയിട്ട് തട്ടഹസിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരുപാട് ചെന്നായ്ക്കളെ ശബ്ദമുണ്ട്. ആ ചെന്നായ്ക്കളെയാണ് ഈ വരിയിലും ശംഫറ വിശേഷിപ്പിക്കുന്നത്. വീണ്ടും തുടരാണ്. ഫലജ്ജ, നമ്മുടെ ആ ചെന്നായ. ഏതാ നമ്മുടെ ചെന്നായ എന്ന് പറഞ്ഞാല്, ശംഫറ പറയാണ്, ഞാന് എന്നെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. ഏതുപോലെ കമാഗദ അസല്ലു തഹാദാഹു നതായിഫു അത്ഹലു, ഇങ്ങനെ വരികയാണെന്ന് കുറച്ച് മുമ്പ് വന്നത്. അപ്പൊ നമ്മുടെ ചെന്നായ വീട് വിട്ടിറങ്ങി മലക്ക് മുകളിൽ കയറി അട്ടഹസിച്ച് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ, അപ്പൊ ഇതേപോലെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ചെന്നായകൾ അട്ടഹസിച്ചു എന്നാ പറഞ്ഞു. ഫലജ്ജ, നമ്മുടെ ചെന്നായ ഒച്ചയുണ്ടാക്കി. ഫലജ്ജത്ത്, അപ്പൊ ബാക്കി ചെന്നായകളും ഒച്ചയുണ്ടാക്കി. എവിടെ വെച്ച്? ബിൽ ബറാഹി, കൃഷിയൊന്നുമില്ലാത്ത വിശാലമായ ഭൂമിയിൽ വെച്ച്. കഅന്നഹ വഇയ്യാഹു, ആ കഅന്നഹ ചെന്നായ്കളായതുപോലെയുണ്ട്. വഇയ്യാഹു, നമ്മൾ ആദ്യം പറഞ്ഞ ചെന്നായും ആയതുപോലെയുണ്ട്. എന്തായതുപോലെയുണ്ട്? നൂഹുൻ, നൂഹൻ എന്ന് പറഞ്ഞാൽ നായിഹത്തിന്റെ ജമ്മാണ്, വലിയ ശബ്ദത്തിൽ കരയുന്ന. എവിടെ വെച്ച്? ഫൗക അല്യാഹ, ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട്. പിന്നെ എന്തുമാണ്? സുക്കലു, സുക്കലു എന്ന് പറഞ്ഞാൽ മക്കൾ നഷ്ടപ്പെട്ട. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നസ്രിയായിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റും. ഫലജ്ജ വലജ്ജത് ബിൽ ബറാഹി ഫൗക അല്യാഹ കഅന്നഹ വഇയ്യാഹു നൂഹൻ സുക്കലു, ഇങ്ങനെ വായിക്കാം. അപ്പൊ നോക്കി, അപ്പോൾ വിശാലമായ സ്ഥലത്ത് ആ ചെന്നായയും മറ്റു ചെന്നായകളും ശബ്ദമുണ്ടാക്കി. മക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ആ ഉയർന്ന സ്ഥലത്ത് വെച്ച് കരയുന്നതെന്ന് തോന്നിപ്പോകും എന്നർത്ഥം. ശബ്ദമുണ്ടാക്കി. പിന്നെന്താ സംഭവിച്ചത്? അള്ളാ എന്ന് പറഞ്ഞാൽ അർത്ഥം മിണ്ടാതിരിക്കുക, ക്ഷമിച്ച് മിണ്ടാതിരിക്കുക. എന്ന് പറഞ്ഞാല് ഉസ്വ, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പിൻപറ്റുക എന്നർത്ഥം. പിന്നെ അസ്സ എന്ന് പറഞ്ഞാൽ തഅസിയത്ത്. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം നൽകുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തഅസിയത്തിന് പോകല്ലേ, മരണപ്പെട്ട ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ദിവസം, അതാണ് തഅസിയത്ത്. പിന്നെ മുർമിലും ജമ്മ് മറാമീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തീർന്നവർ. ആദ്യം നമുക്ക് അതിന്റെ മലയാളം ഒന്ന് നോക്കാം. പിന്നെ ആ ചെന്നായയും മറ്റു ചെന്നായകളും ഭക്ഷണത്തിന് തൊട്ട് കണ്ണ് ചിമ്മി എന്ന് പറഞ്ഞാൽ ഒച്ചുണ്ടാക്കി ഭക്ഷണം കിട്ടാനില്ല, പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, കണ്ണണ് ചിമ്മി എന്ന് പറഞ്ഞാല് ക്ഷമിച്ചു, സഹിച്ചു എന്നർത്ഥം. അങ്ങനെ ഈ ചെന്നായ മറ്റുള്ള ചെന്നായകൾക്കും മാതൃകയായി. അപ്പൊ എന്താ കാട്ടിയത്? മറ്റു ചെന്നായകളും ക്ഷമിച്ചു, സഹിച്ചു, മിണ്ടാതിരുന്നു.
ഭക്ഷണം തീർന്ന ചെന്നായ്ക്കൾ ഈ ചെന്നായയുടെ ആശ്വാസവാക്ക് കേട്ട് അതിനെ പിൻപറ്റി ഈ ചെന്നായക്ക് അവയും ആശ്വാസം നൽകി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ തടിച്ചുകൂടിയ ചെന്നായകൾക്ക് ആർക്കും ഭക്ഷണമില്ല. അപ്പൊ അവർ പരസ്പരം ആശ്വസിച്ചു എന്നർത്ഥം. നമ്മുടെ ചെന്നായ കണ്ണും ചിമ്പി ക്ഷമിച്ചു. മറ്റു ചെന്നായകളും ക്ഷമിച്ചു. നമ്മുടെ ചെന്നായ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറി. ബിഹി നമ്മുടെ ചെന്നായെ കൊണ്ട് മാതൃക സ്വീകരിച്ചു. ആര്? മറാമീലു ഭക്ഷണം തീർന്നുപോയ മറ്റു ചെന്നായകൾ എങ്ങനെയാണ്? നമ്മുടെ ചെന്നായ തഅസിയത്ത് നൽകി ആശ്വാസം നൽകിയിരിക്കുന്നു മറ്റു ചെന്നായകൾക്ക്. പിന്നെയോ നമ്മുടെ ചെന്നായക്ക് ആശ്വാസം നൽകിയിരിക്കുന്നു. ആര്? മുർമിലു ഭക്ഷണം തീർന്നുപോയ മറ്റു ചെന്നായകളും എന്നർത്ഥം. شكت سمر عوى بعد ورعوت ولا الصبر إن لم ينفع الشكو أجمل. പരാതിപ്പെട്ടു, എനിക്ക് ഭക്ഷണമില്ല, നിങ്ങളടുത്ത് ഭക്ഷണമുണ്ടോ? അങ്ങനെ പരാതി പറഞ്ഞു. ശക്കത്ത് മറ്റു ചെന്നായികളോ അവയും ഇങ്ങനെ പരാതിപ്പെടുകയാണ്. പക്ഷെ പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? എവിടുന്നും ഭക്ഷണം കിട്ടാനില്ല. അപ്പൊ പിന്നെ ഓരെന്താ കാട്ടിയെന്ന് വെച്ചാൽ പിന്നീട് ഈ പരാതിക്ക് ശേഷം അവരൊക്കെ എന്തായി? ക്ഷമിച്ചു. എന്ന് പറഞ്ഞാൽ കഫ, ഈ വിസമ്മതിക്കുക, ക്ഷമിക്കുക. പിന്നീട് അവയൊക്കെ ക്ഷമിച്ചു. മറ്റു ചെന്നായികളും ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു ഉപകാരം ഇല്ലാന്നുണ്ടെങ്കിൽ വലസ്സബുറു അജ്മലു ക്ഷമയാണ് ഏറ്റവും നല്ലത് എന്നാണ് ശംഫറയുടെ, നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കോട്ടിക്ക് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. എന്താ പറഞ്ഞിരുന്നത്? അല്ലിമു ഔലാദക്കും ഖസീദത ശംഫറ ഫഇന്നഹ തുഅല്ലിമുഹും മകാരിമൽ അഖ്ലാഖ്. കണ്ടില്ലേ ഈ വരിയിൽ പറഞ്ഞത്? വലസ്സബുറു അജ്മലു ഇല്ലം യൻഫഇ ശക്വ. പിന്നെന്തായി? വഫാഅത്ത് ബാദിറാത്തിൻ വകുല്ലുഹാ അലാ നകലിൻ മിമ്മാ യുകാതിമു മുജ്മിലു. ഒരു കാര്യമില്ല, ഒരുപാട് പരാതി പറഞ്ഞു നോക്കി, ഉപകാരമില്ല. നമ്മുടെ ചെന്നായ മടങ്ങിപ്പോന്നു. മറ്റു ചെന്നായകളും മടങ്ങി. എങ്ങനെ മടങ്ങി? ബാദിറാത്തിൻ ഉളരിക്കൊണ്ട്. ഇനിയിപ്പം എല്ലാം പോകുന്നുണ്ടൊന്നും കാര്യം കിട്ടൂല. കുല്ലുഹ എല്ലാ ചെന്നായകളും മുജ്മിലുൻ നന്നായി ക്ഷമിക്കുന്നവയാണ്. അജ്മല എന്ന് പറഞ്ഞാൽ വസ്ബിർ സ്വബറൻ ജമീല. അല്ലാഹു അസ്സ വജൽ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടല്ലോ, വസ്ബിർ സ്വബറൻ ജമീല. അപ്പോൾ കുല്ലുഹ മുജ്മിലുൻ എല്ലാം ക്ഷമിക്കുന്നവയാണ്. എന്തിൽ നിന്ന്? അലാ നകലി മിമ്മാ യുകാതിമു അവ മറച്ചു വെച്ച പ്രയാസത്തിൽ നിന്ന്. കുല്ലുഹ അലാ നകലി പറഞ്ഞ കുല്ലുഹ എല്ലാവരും ഫീ നകലിൻ, അല എന്നുള്ളത് ഫീന്റെ അർത്ഥമാണ്. ഫീ നകലിൻ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ നമ്മൾ അർത്ഥം വിശപ്പ് എന്നാണ് കൊടുക്കുന്നത്, കാരണം എല്ലാം വിശന്നിട്ടാണല്ലോ വന്നത്. അപ്പൊ കുല്ലുഹ അലാ നകലിൻ എല്ലാവരും വിശപ്പിലാണ്. എങ്ങനത്തെ വിശപ്പാണ്? ഒരു പുറത്ത് കാണിക്കണമെന്നില്ല. മിമ്മാ യുകാതിമു അവർ മറച്ചു വെച്ച ഒന്നിൽ നിന്നുള്ള പ്രയാസത്തിലാണ്. മുജ്മിലുൻ അലാ നകലിൻ മിമ്മാ യുകാതിമു. നകൽ പറഞ്ഞാൽ ശിദ്ദത്ത് എന്നാണ് ശരിക്കുള്ള വാക്കർത്ഥം. ഓക്കെ, ഇത്രയുമാണ് ചെന്നായ്കളുമായി ബന്ധപ്പെട്ട് ശംഫറ തന്റെ ഖസീദയിൽ പറഞ്ഞിട്ടുള്ളത്. ശുക്രൻ. അസ്സലാമു അലൈക്കും.